ഹായ് നമസ്കാരം. നമുക്ക് വയനാട് സൺറൈസ് വാലിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടാലോ. ഇതിൻ്റെ അടുത്ത് വരെയൊക്കെ ഞാനൊന്ന് വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമല്ലോ, കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലോസ് ആണെന്ന് പറയുമ്പോൾ തിരിച്ചു പോകാനേ രക്ഷയുള്ളൂ. ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇവിടെ ഫോറസ്റ്റിൻ്റെ അനുമതിയില്ല, ഇവിടെ കയറി കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഒന്നും നശിപ്പിക്കുന്നില്ല, ഞങ്ങളിവിടെ വീഡിയോ എടുത്ത് രസിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നാൽ കുറച്ച് ദൂരം അവിടെ ചെന്നിട്ട് ഈ മേലെ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഞാനതറിഞ്ഞിട്ട് ഞാനിതിലൊന്ന് വന്ന് കയറി നോക്കിയതാണ്. ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ ആനയും പുലിയും കടുവയും കരടിയും ഒക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയാറുണ്ടെങ്കിലും നമ്മളതൊക്കെ ബഹുമാനിച്ച് അതിനെ വല്ലാതെ എന്താ പറയുക നിസ്സാരമാക്കിക്കൊണ്ട് ഒന്നും വരുന്നതല്ല. പക്ഷേ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്ന് വന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ഈ കമ്പിവേലിക്കപ്പുറമൊക്കെ ഫോറസ്റ്റാണ്. ഇവിടെയൊക്കെ അനുമതിയില്ലാതെ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷാർഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തോടെ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്നാലും ഇതിലൊരു ചവിട്ട് വഴി കാണുന്നുണ്ട്. വെറുതെ നോക്കിയാൽ തോട്ടത്തിലേക്കാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടും പോകണ്ട. അപ്പം നമുക്ക് ഞങ്ങളെ നല്ലൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏരിയയിൽ വന്നതാണ്. പക്ഷേ നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. താഴോട്ടൊക്കെ പോകാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല. എന്താ വെച്ചാൽ കമ്പിവേലി ഇട്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയ വഴികളുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ശരിയല്ല അല്ലേ? പോകുന്നത് ശരിയല്ല. അതെന്താ വെച്ചാൽ അവിടെ നമ്മൾ എന്തായാലും ഇവിടുന്ന് തന്നെ തിരിച്ച് വേറെ ഏതെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്കാം അല്ലടാ. അതെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ അതിക്രമിച്ചും അഹങ്കാരത്തോടു കൂടി ഒന്നും വന്നതല്ല. എല്ലാവരും ഇവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ദിവസം വരണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ദിവസം ഒത്തു വന്നപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിലൂടെ ശരിക്കും താഴോട്ട് പോകാം, പക്ഷെ ആ കാട്ടുകൂടെ കമ്പിവേലിൻ്റെ ഉള്ളിൽ കൂടെ ചാടി പോകണം. പക്ഷെ അങ്ങനെ നമ്മൾ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല. അത് കുഴപ്പമില്ല, നമ്മൾ വീഡിയോ എടുത്തു എന്നുള്ളൊരു തെറ്റേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം എൻ്റെ അറിവിൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നടന്നോട്ടെ. അപ്പോൾ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയതല്ല കേട്ടോ. ഞങ്ങൾ ഈ സ്ഥലത്ത് അതുകൊണ്ട് ആ പുഴ നമുക്ക് വരണ്ട് കിടക്കണം. കറണ്ടാണ്. നമ്മുടെ ക്യാമറയിൽ അത്രമാത്രം എന്താ പറയുക സൂമിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ. ചാലിയാറ് ഒഴുകുന്നുണ്ട് അതിൽ. ഇവിടെ ഉരുളുപൊട്ടിയ സമയത്ത് ചാലിയാറിലൂടെയാണ് ഒരുപാട് ബോഡികൾ ഡെഡ് ബോഡികളൊക്കെ ഒഴുകി പോയിട്ട് അതാ കാണുന്ന ഈ കാണുന്ന സ്ഥലമാണ് ചാലിയാറ്. അത് ചാലിയാറാണ് കാണുന്നത്. ഇതിലെങ്ങനെ ഒഴുകിയിട്ട് അത് നിലമ്പൂർ മലപ്പുറം പോത്തുകല്ലിൽ എത്തിച്ചേരുന്ന ഒരു പുഴയാണ് ഈ ചാലിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ചാലുകൾ കൂടി ചേരുന്നതാണെന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ളൊരു സ്ഥലമായിരുന്നു. അന്ന് ഹെലികോപ്റ്റർ നേവിൻ്റെ അല്ലേ, നേവിയാണോ ആർമീൻ്റെ അല്ലേ, ആർമീൻ്റെ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയ സ്ഥലമാണ്. അവിടുന്ന് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ആളുകൾ, ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള നല്ല നാട്ടുകാർ ബോഡി ചുമന്ന് കൊണ്ടുവരുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാർട്സുകളൊക്കെ, ശരീരാവശിഷ്ടങ്ങൾ. വളരെ റിസ്ക്കായിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ആ ഒരു അവസ്ഥയൊന്നും ഇനി ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നില്ല. എന്തായാലും അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് വിട്ടു നോക്കിയാലോ. ഏതായാലും ഇവിടെ വരെ വന്നാലേ. ഇതിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. പറ്റുമെങ്കിൽ പാൽച്ചുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ ഫോറസ്റ്റിലൊന്നും കയറണ്ട. പറ്റുമോ നോക്കി നോക്കാം നമുക്ക്. അത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് 2-3 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ശരി, എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് കണ്ട് എന്നോട് സഹകരിക്കുക. വേറെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. ഓക്കെ, താങ്ക് യു.